ഹലോ, ആഗം ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാൽദീവ്സിലെ ഈദ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. വൈകിട്ടായപ്പോഴേക്കും സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം തുടങ്ങി. ആദ്യം സ്കൂൾ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള ഡാൻസ് പെർഫോമൻസുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ എല്ലാ പെർഫോമൻസും പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്നുമല്ല അതിന് കാരണം കോപ്പിറൈറ്റ് ക്ലെയിം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പെർഫോമൻസുകളൊക്കെ ഒന്ന് കണ്ടുവരാം. നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് മാൽദീവ്സിലെ തനത് ആർട്ട് ഫോമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡാൻസാണ്. കുട്ടികൾ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ഡാൻസ് അവതരിപ്പിക്കുകയും ചെയ്തു. ഓരോ ആർട്ട് ഫോമിനും വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയായിരുന്നു. പെൺകുട്ടികൾ മാത്രമായിരുന്നില്ല, ആൺകുട്ടികളും അവരുടെ ട്രഡീഷണൽ ഡാൻസ് അവിടെ അവതരിപ്പിച്ചിരുന്നു. വൈകിട്ട് 6 മണിയോടുകൂടി കുട്ടികളുടെ പരിപാടികളെല്ലാം തന്നെ അവസാനിച്ചു. പിന്നീട് രണ്ടാമത്തെ സ്റ്റേജ് പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 9 മണിക്കായിരുന്നു. മാൽദീവ്സിലെ തന്നെ ഫേമസ് ആയ ടിക്ടോക്ക് സ്റ്റാർ സുനിത എന്ന വ്യക്തിയായിരുന്നു ഇന്നത്തെ പ്രധാന അതിഥി. അവരുടെ വിവിധ തരം ഡാൻസ് പെർഫോമൻസുകളും പാട്ടുകളുമെല്ലാമായി സ്റ്റേജ് ഷോ വളരെ ആവേശകരമായി മാറി. കുറച്ചു നേരം ഈ ഷോ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് മനസ്സിലായത് ഇവരുടെ പാട്ടുകളെല്ലാം തന്നെ ലിപ്സിംഗ് ആയിരുന്നു എന്ന കാര്യം. കാരണം പലപ്പോഴും പാട്ടും മൈക്കും എല്ലാം മാറിപ്പോകുന്ന കാഴ്ചയും ഒരു തമാശ പോലെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞു.
നമ്മുടെ നാട്ടിൽ സ്റ്റേജ് ഷോകൾ നടക്കുമ്പോഴുള്ള എല്ലാ തരത്തിലുള്ള ആവേശവും ഇവിടെയും പ്രകടമാണ്. ക്ഷണിക്കപ്പെട്ട വ്യക്തിയുടെ ഡാൻസ് പെർഫോമൻസുകളും അതോടൊപ്പം നമ്മുടെ ഐലൻഡിലെ പ്രധാന പാട്ടുകാർ അവരുടെ കഴിവുകളും തെളിയിക്കുന്നുണ്ട്. ആവേശം കയറി പലരും സ്റ്റേജിൻ്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കുന്നു. നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു ഇന്നത്തേത്. രാത്രിയിൽ ഏകദേശം 12 മണിയോളം ഈ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പ്രത്യേകിച്ചുള്ള പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കായി ചെറിയ ഗെയിംസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വൈകിട്ട് 4:30 വീടിന് പുറത്തു വന്നപ്പോൾ ഒരു ജനക്കൂട്ടത്തെയും പപ്പായ തണ്ടുകളിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന പണവുമെല്ലാമാണ് കണ്ടത്. ഈ പരിപാടിയെ അവർ വിളിക്കുന്നത് ഹറൂബി എന്നാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമെല്ലാം ഹറൂബി ടീമുകളുണ്ടായിരിക്കും. തനതായ അവരുടെ നൃത്തമാണിത്. ഐലൻഡിലെ ജനങ്ങളോടൊപ്പം ഐലൻഡിലെ ഓരോ തെരുവുകളിലൂടെയും നടന്ന് അവർ ഈ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ആ ഒരു ഡാൻസിനോടൊപ്പം അവരുടെ തനതായിട്ടുള്ള നാടൻ പാട്ട് ശൈലിയിലുള്ള ഒരു പാട്ടുകൂടെ ഉണ്ടായിരുന്നു.
തികഞ്ഞ താളബോധത്തോടുകൂടെ ഫോക്ക് സോങ്ങിനോടൊപ്പം ഓരോരുത്തരും നൃത്തം ചവിട്ടുന്നു. കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരും അറിയാതെ ആ താളത്തിൽ ആടിപ്പോകുന്നു. ഇന്ന് രാത്രിയിൽ ഇന്ത്യൻ ടീച്ചേഴ്സിൻ്റെ, അതായത് നമ്മുടെ പ്രോഗ്രാമുണ്ട്. പിന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു. ആദ്യത്തേത് ട്രഡീഷണലായ ഒരു ഫാഷൻ ഷോയാണ്. പിന്നെ ഞാനടങ്ങുന്ന ടീമിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസും. ഈ ഒരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാനോ അല്ലെങ്കിൽ കുറയാനോ ചാൻസ് ഉണ്ട് എന്ന കാര്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഈ ഒരു പരിപാടിക്ക് ശേഷം ഈ സ്റ്റേജ് കയ്യേറാൻ വേണ്ടി പോകുന്നത് നമ്മളാണ്.
കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഡാൻസ് പെർഫോമൻസിൻ്റെ ആ ഒരു പൂർണ്ണമായ വീഡിയോ എനിക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏകദേശം 12 മണിയൊക്കെ ആയപ്പോഴേക്കും പരിപാടികളൊക്കെ അവസാനിച്ചു. ആ സമയത്ത് മീൻ വിൽപ്പനയ്ക്കായിട്ട് ഒരു ബോട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റു കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.